ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണല്ലേ. അപ്പോൾ എല്ലായിടത്തും ചക്കയും മാങ്ങയും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ മാവുകളും കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ച മാങ്ങയല്ല കേട്ടോ, പഴുത്ത് തുടങ്ങിയ മാങ്ങയാണ്. തൊടുമ്പോഴത്തേനും ഞെട്ടി അറ്റിങ്ങോട്ട് പോരും. അപ്പോൾ ഇപ്പോഴത്തെ രാവിലെ ഡ്യൂട്ടികളിൽ ഒന്നാണ് ഇതുപോലെ വന്ന് മാങ്ങ ഞെക്കി നോക്കി പൊട്ടിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് ഞെക്കി നോക്കി പാകായി നോക്കി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത്, താഴെ വീഴാണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കുറേ ചില്ലകൾ വന്നിട്ടുണ്ട് മാവിൻ്റെ. അപ്പോൾ അത് തൊലി കയ്പ മാവ്, കോമാവ് എന്നറിയപ്പെടുന്ന മാവാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചില്ലകളുമൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വന്ന് ഞെക്കി നോക്കി പൊട്ടിക്കുക. ചിലപ്പോൾ മാങ്ങയൊക്കെ തൊടുമ്പോഴത്തേനും ഇങ്ങോട്ട് വീട് പോരും. അപ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അണ്ണാനും കിളികൾക്കും അവർക്ക് ആവശ്യമുള്ളതൊക്കെ മുകളിലൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ തിന്നോട്ടെ. അപ്പോൾ നമുക്ക് കൈയെത്തും ദൂരത്ത് പൊട്ടിച്ചെടുക്കാവുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഫ്രഷോട് കൂടിയിട്ടുള്ള മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ രാവിലെ വന്ന് ഇതുപോലെ ഞാൻ കുറേ മാങ്ങകളൊക്കെ പൊട്ടിക്കും. പിള്ളേർക്ക് ജ്യൂസ് അടിച്ചു കൊടുത്തും നമ്മൾ ചെത്തിയും ഒക്കെ മാങ്ങ തിന്നും. അപ്പോൾ രാവിലെ തന്നെ വന്നുള്ള ഡ്യൂട്ടിയാണ്. എന്നും എൻ്റെ കൈ പതിയാത്ത മാങ്ങ ഉണ്ടാവില്ല അതിൽ. താഴെ എത്തുന്നിടത്തൊക്കെ ഞാൻ ഞെക്കി നോക്കി പൊട്ടിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പഴുത്ത മാങ്ങയാണെങ്കിൽ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ തൊടുമ്പോൾ തന്നെ അവരിങ്ങോട്ട് ഞെട്ടി പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് ഇതുപോലെ കുറേ മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്.